Welcome back all of you. Taimonana. Bone and Mineral Homeostasis video series le nammade moonamte video. Third video in the series. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം വാട്ട് ആർ ദ ഡ്രഗ്സ് ഫോർ ഓസ്റ്റിയോപോറോസിസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഏതെല്ലാം മരുന്നുകളുണ്ട് ഓസ്റ്റിയോപോറോസിന് ഉപയോഗിക്കുക. എന്നിട്ട് നമുക്ക് ഡിസ്കഷൻ ഈ വരുന്ന രണ്ട് ഗ്രൂപ്പുകളിലേക്ക് പാരാത്തോർമോൺ ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ് ആൻഡ് സിനാകാൽസെറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓസ്റ്റിയോപോറോസിന് ഏതൊക്കെ മരുന്നുകൾ നൽകിയാലും അതിനോടൊപ്പം തന്നെ രണ്ട് മരുന്നുകൾ നിർബന്ധമായിട്ടുണ്ടായിരുന്നു. വൺ ഈസ് കാൽഷ്യം, ഒന്ന് കാൽഷ്യമാണ്. രണ്ടാമത്തത് വൈറ്റമിൻ ഡി, ആൽഫ കാൽസിറോൾ പോലുള്ള വൈറ്റമിൻ D3 D2 ഏതെങ്കിലും. സോ കാൽഷ്യം ആൻഡ് വൈറ്റമിൻ D2. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാൽഷ്യവും രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ വൈറ്റമിൻ ഡിയും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇനിയുള്ള മരുന്നുകളെയാണ് നമുക്ക് കാണേണ്ടത്. സോ വാട്ട് ആർ ദ ഡ്രഗ്സ് യൂസ്ഡ് ഫോർ ഓസ്റ്റിയോപോറോസിസ് അതർ ദാൻ ദിസ് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി? ബാക്കിയുള്ള മരുന്നുകളെ നമുക്ക് നാലാക്കി ക്ലാസിഫൈ ചെയ്യാം, 4 ഗ്രൂപ്പ്സ് ആക്കി നമുക്ക് മാറ്റാം. ഫസ്റ്റ് ഗ്രൂപ്പ്, ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡ്രഗ്സ് വിച്ച് റെഡ്യൂസസ് ബോൺ റിസോർപ്ഷൻ തടയുന്ന മരുന്നുകൾ. സോ എന്താണ് ബോൺ റിസോർപ്ഷൻ? എല്ലുകളിൽ നിന്ന് കാൽഷ്യം പ്ലാസ്മയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ബോൺ റിസോർപ്ഷൻ, എടുക്കുന്നതിനാണ് ബോൺ റിസോർപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോപോറോസിസിന് ഉപയോഗിക്കാം. അപ്പോൾ ബേസിക്കലി ഈ മരുന്നുകളെല്ലാം തന്നെ ക്ലാസ്റ്റുകളുടെ പ്രവർത്തനമായിരിക്കും തടയുക. സോ ഇൻഹിബിറ്റ് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ഷൻ ഓർ ഇൻഹിബിറ്റേഴ്സ് ഓഫ് ഓസ്റ്റിയോക്ലാസ്റ്റ്സ്. രണ്ടാമത്തത് സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് വിച്ച് ഇൻക്രീസസ് ബോൺ ഫോർമേഷൻ ആണ്. ഇൻക്രീസസ് ബോൺ ഫോർമേഷൻ ഓർ ബോൺ മിനറലൈസേഷൻ. ഡ്രഗ്സ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ ബോൺ മിനറലൈസേഷൻ. സോ എല്ലുകളിലേക്ക് കാൽഷ്യം കൂടുതലായി കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനം വർദ്ധിപ്പിക്കുക, അതാണ് ഈ മരുന്നുകൾ ചെയ്യുക. സോ ബേസിക്കലി ദീസ് ഡ്രഗ്സ് ക്യാൻ സ്റ്റിമുലേറ്റ് ഓസ്റ്റിയോബ്ലാസ്റ്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ്. എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് നമുക്ക് പിറകെ പറയാം. ആൻഡ് തേർഡ് ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഈ രണ്ട് പ്രവർത്തനവും ചെയ്യും. ദാറ്റ് മീൻസ് വിച്ച് ഡിക്രീസസ് ബോൺ റിസോർപ്ഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ഇൻക്രീസസ് ബോൺ ഫോർമേഷൻ ചെയ്യും, ഡിക്രീസസ് ബോൺ റിസോർപ്ഷൻ ചെയ്യും. നാലാമത്തെ ഫോർത്ത് ഗ്രൂപ്പ് നമ്മൾ സാധാരണ എപ്പോഴും ചേർക്കുന്നത് മിസ്സലേനിയസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ആൻഡ് ആദ്യത്തെ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ മരുന്ന്, ഡ്രഗ്സ് which reduces bone resorption. ഈ ഗ്രൂപ്പിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മിക്ക മരുന്നുകളും. ഓക്കെ, ഇത് ഓർക്കാനായിട്ട് എളുപ്പ വഴിയുണ്ട്. നമുക്ക് A എഴുതാം, B C D E F G ഇങ്ങനെ അങ്ങോട്ട് എഴുതാം. ABCDEFG വരെ എഴുതി കഴിഞ്ഞാൽ എയിൽ ഞാൻ വെറുതെ എഴുതിയതാണ്, മരുന്നൊന്നുമില്ല. ബിയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു മരുന്നുണ്ട്, ബിസ്ഫോസ്ഫോണേറ്റ്സ് ആണ്. ബിസ്ഫോസ്ഫോണേറ്റ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മരുന്ന് ഇവിടെയാണ്. ദിസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഓസ്റ്റിയോപോറോസിസ്. അലൻഡ്രോണൈറ്റ്, സോളിൻഡ്രോണൈറ്റ് പോലെയുള്ള ഡ്രഗ്. സിയിൽ നമുക്ക് രണ്ട് മരുന്നുകളുണ്ട്. വൺ കാൽസിറ്റോണിൻ നമ്മുടെ ശരീരത്തിലൊരു ഹോർമോൺ ആണ്. കാൽസിറ്റോണിൻ അനലോഗ്സ്, കാൽസിറ്റോണിൻ ലൈക്ക് ഡ്രഗ്സ് ഉണ്ട്. സോ കാൽസിറ്റോണിൻസ് എന്ന് എഴുതാം. രണ്ടാമത്തത് സിനാകാൽസെറ്റ്, നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിനാകാൽസെറ്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ഇനി ഡി വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നത് ഡെനോസുമാബ് ആണ്. ഡെനോസുമാബ്, DENOSUMAB. ഡെനോസുമാബ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. മോണോക്ലോണൽ ആന്റിബോഡിയാണ്. മാബ് അവസാനിക്കുമ്പോൾ നമുക്കറിയാം. ദെൻ ഇ വെച്ചിട്ട് ഈസ്ട്രോജൻസ് എന്ന് എഴുതാം എളുപ്പത്തിൽ. ഈസ്ട്രോജൻസ് അതിൽ തന്നെ പ്രധാനപ്പെട്ട SERMs ലൈക്ക് റാലോക്സിഫിൻ ലൈക്ക് ഡ്രഗ്സ്. റാലോക്സിഫിൻ എന്ന് പറയുന്ന തരം മരുന്നുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണാം. ആൻഡ് ജി, എഫ് വെച്ചിട്ട് മരുന്നൊന്നുമില്ല, ഞാൻ വെറുതെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ജി വെച്ചിട്ട് ഗാലിയം നൈട്രേറ്റ്. ഓക്കെ, ഗാലിയം നൈട്രേറ്റ്. സോ ABCDEFG എഴുതുക, എയും എഫും നമ്മൾ വെറുതെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ബിസ്ഫോസ്ഫോണേറ്റ്, കാൽസിറ്റോണിൻ, സിനാകാൽസെറ്റ്, ദെൻ ഡെനോസുമാബ്, ഈസ്ട്രോജൻസ് ലൈക്ക് റാലോക്സിഫിൻ ആൻഡ് ഗാലിയം നൈട്രേറ്റ്. ഇതാണ് വിച്ച് റിഡ്യൂസസ് ബോൺ റിസോർപ്ഷൻ. രണ്ടാമത്തത് ബോൺ ഫോർമേഷൻ കൂട്ടുന്ന മരുന്നാണ്. ബോൺ ഫോർമേഷൻ കൂട്ടുന്ന മരുന്നുകൾ സത്യത്തിൽ കുറവാണ്, എങ്കിലും നമുക്ക് എഴുതാവുന്നത് റീകോംബിനന്റ് PTH ആണ്. റീകോംബിനന്റ് ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന പാരാതൈറോയ്ഡ് ലൈക്ക് പെപ്റ്റൈഡ്സ്. അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് മരുന്നുകളുണ്ട്. പാരാതൈറോയിഡിന്റെ പാരയുണ്ട്, പാരാറ്റൈഡ് ഉണ്ട്. ദെൻ ഏറ്റവും പുതിയത് അബാലോ ആണ്. അബാലോപാരാറ്റൈഡ്, അതും പാരാറ്റൈഡ് സെയിം തന്നെയാണ്. ടെറിപാരാറ്റൈഡ് ആൻഡ് അബാലോപാരാറ്റൈഡ്. സോ ദീസ് ബോത്ത് ആർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പാരാത്തോർമോണിൽ വരുന്ന ഡ്രഗുകൾ തന്നെയാണ്. ദെൻ വേറൊരു ഗ്രൂപ്പ് സ്ക്ലിറോസ്റ്റിൻസ്.
സ്ക്ലിറോസ്റ്റിൻ ഇൻഹിബിറ്റേഴ്സ് പോലെയുള്ള മരുന്നുകളാണ്. അതൊരു മോണോക്ലോണൽ ആന്റിബോഡിയാണ്. റൊമോസോസുമാബ് ആണ് ഈ മരുന്ന്. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു രണ്ടും ചെയ്യും, റെഡ്യൂസസ് ബോൺ റിസോർപ്ഷൻ ആൻഡ് ഇൻക്രീസസ് ബോൺ ഫോർമേഷൻ. രണ്ടും കൂടി ചെയ്യുന്ന മരുന്ന് സ്ട്രോൺഷ്യം ആണ്. സ്ട്രോൺഷ്യം റെനലൈറ്റ് ആണ്. റെനലൈറ്റ് എന്ന് പറയുന്ന ഡ്രഗ് ആണ്. ഇനി മിസലേനിയസിൽ നമുക്ക് ഫ്ലൂറൈഡ്സ് എഴുതാം. ദെൻ പുതിയൊരു മരുന്നുണ്ട് ബുറോസുമാബ്, ഒരു മോണോക്ലോണൽ ആന്റിബോഡിയാണ്. സോ ഇതെല്ലാമാണ് മരുന്നുകൾ. ഇനിയുണ്ട് കുറച്ചും കൂടി, നമുക്കത് ഫൈനൽ പറയുമ്പോൾ പറയാം. ഓക്കെ, സോ ദീസ് ആർ ദ ഡ്രഗ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ osteoporosis, and this calcium and vitamin D3 is given along with all these drugs. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഇതിലെ രണ്ട് മരുന്നുകൾ. രണ്ടിനും PTH ഓർ പാരാതൈറോയ്ഡ് ഹോർമോൺ ആയിട്ടുള്ള ബന്ധമുണ്ട്. ഒരു ഗ്രൂപ്പ് പാരാതൈറോയ്ഡ് ഹോർമോൺ തന്നെയാണ്, മറ്റൊരെണ്ണം സിനാകാൽസെറ്റ് ആണ്. സോ അത് പാരാതോർമോൺ ലെവൽ കുറയ്ക്കുന്ന മരുന്നാണ്. PTH ഓർ പാരാതോർമോൺ is an important hormone regulates the calcium homeostasis. ബ്ലഡിലെ കാൽഷ്യം അളവ് ക്രമീകരിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് പാരാതോർമോൺ. രക്തത്തിലെ കാൽഷ്യം അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ PTH കൂടുതലായിട്ട് സെക്രറ്റ് ചെയ്ത് കാൽഷ്യം അളവ് വർദ്ധിപ്പിക്കലാണ് പ്രധാന പ്രവർത്തനം തന്നെ കാൽഷ്യം അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം PTHന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയാം, എന്നിട്ട് വേണം നമുക്ക് ഓസ്റ്റിയോപോറോസിസിന് PTH അനലോഗ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറയേണ്ടത്. സോ രണ്ട് ഗ്രൂപ്പുകൾ മരുന്നുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. വൺ ഈസ് ദ ഡ്രഗ്സ് വിച്ച് increases the bone formation or bone mineralization, that is Teriparatide and Abaloperatide, and the other is Cinacalcet. അത് പക്ഷേ ഇവിടെ വരുന്നതാണ്, which decreases the bone resorption വരുന്ന ഡ്രഗ് ആണ് Cinacalcet. സോ രണ്ട് മരുന്നുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പാരാതോർമോൺ സ്റ്റാർട്ട് ചെയ്യാം. സോ പാരാതോർമോൺ is an important bone remodeling agent and also an important regulator or for the maintenance of plasma calcium level. പ്ലാസ്മയിലുള്ള ഫ്രീ കാൽഷ്യം ലെവൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് പാരാതോർമോൺ. സോ ഇറ്റ് ഹാസ് ഗോട്ട് മെയിൻ ഫംഗ്ഷൻ ഈസ് കാൽഷ്യം ലെവൽ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോഴാണ് ബോൺ റീമോഡലിംഗ് കൂടി നടക്കുക. അതല്ലാതെയും there are certain bone remodeling functions for this parathormone. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്ലാസ്മയിൽ, ഇപ്പോൾ അത് ബ്ലഡ് ആണെന്ന് വിചാരിക്കുക, ബ്ലഡിനകത്ത് കാൽഷ്യം ലെവൽ എപ്പോഴെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന്റെ അവിടെയുള്ള ദിസ് ഏരിയയിലുള്ള തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഇവിടെയുള്ള പാരാതൈറോയ്ഡ് ഗ്ലാൻഡിലെ ചീഫ് സെൽസ് ഓഫ് ദിസ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ഓർ ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. ഇവിടെ there are some calcium sensors, calcium sensing receptors ഉണ്ട്. Calcium sensing receptors are found in the chief cells of this parathyroid gland, and this hypocalcemia can stimulate this calcium sensing receptors, and this in turn activates the secretion and release of this parathormone. So chief cells il ninnu appo PTH or parathormone release ചെയ്യുന്നു. So parathormone എന്ന് പറയുന്ന ഒരു 84 അമിനോ ആസിഡ് ഉള്ള ഒരു പെപ്റ്റൈഡ് ആണ്. സോ ഇറ്റ്സ് എ പെപ്റ്റൈഡ് ഹോർമോൺ ആണ് പാരാതോർമോൺ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ആക്ട് ഓൺ വേരിയസ് പാർട്സ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിട്ട് കാൽഷ്യം ലെവൽ, പ്ലാസ്മയിലെ കാൽഷ്യം ലെവൽ കൂട്ടുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു 3 സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചാൽ കാൽഷ്യം അളവ് വർദ്ധിപ്പിക്കുക. ഒന്ന് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. അബ്സോർപ്ഷൻ ഇൻക്രീസ്, ആഗിരണം വർദ്ധിപ്പിക്കാം. സ്റ്റിമുലേറ്റ് ഇൻറ്റസ്റ്റൈനൽ കാൽഷ്യം അബ്സോർപ്ഷൻ. രണ്ടാമത്തത് കാൽഷ്യം എക്സ്ക്രീഷൻ തടഞ്ഞാൽ മതി. ഇൻക്രീസ് അബ്സോർപ്ഷൻ, ഇൻഹിബിറ്റ് എക്സ്ക്രീഷൻ. കിഡ്നിയിലെ റീനൽ ട്യൂബുലാർ സെൽസിൽ നിന്ന് എക്സ്ക്രീഷൻ തടയുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക? ഇൻക്രീസ് റീ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം നമ്മൾ വർദ്ധിപ്പിക്കുക. ഡിസ്റ്റൽ ട്യൂബുലാർ നെഫ്രോൺ. മൂന്നാമത്തത് നമുക്ക് ചെയ്യാവുന്നത് എല്ലുകളിലാണ്. ശരീരത്തിലെ 99% കാൽഷ്യം ഈസ് ഇൻ ദ ബോൺ. സോ എല്ലുകളിൽ സൂക്ഷിച്ചിട്ടുള്ള കാൽഷ്യം നമുക്ക് പ്ലാസ്മയിലേക്ക് പതുക്കെ എടുക്കാം. ഓക്കെ, സോ ബൈ ആക്ടിങ് ഓൺ ബോൺ ദാറ്റ് ഈസ് കോൾഡ് ആസ് ബോൺ റിസോർപ്ഷൻ. അതിനാണ് നമ്മൾ ബോൺ റിസോർപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് 3 വഴികൾ. പാരാതോർമോണിന് ഈ 3 വഴികളിലും എല്ലാം തന്നെ നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി പരോക്ഷമായിട്ടോ ത്രൂ വൈറ്റമിൻ D3 എല്ലാം പ്രവർത്തിക്കാനായിട്ട് പറ്റും. PTH ഓർ പാരാതോർമോണിന്റെ ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ, അത് നേരിട്ട് ചെയ്യുന്ന ആക്ഷനാണ്. പാരാതോർമോൺ നമ്മുടെ കിഡ്നിയിലെ നെഫ്രോണിലുള്ള ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. സോ ഇത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണെന്ന് വിചാരിക്കുക, ആ ഭാഗമാണെന്ന് വിചാരിക്കുക നെഫ്രോണിന്റെ. അവിടെയുള്ള സെൽസ് ഇത്
ഒരു സെല്ലാണ്, ഇത് മറ്റൊരു സെല്ലാണെന്ന് വിചാരിക്കുക. അവിടെ നേരിട്ട് പ്രവർത്തിക്കുന്നു. അവിടെ ദിസ് ആക്ട് ഓൺ PTH1 റിസപ്റ്റർ, പാരാതോർമോൺ റിസപ്റ്റർ 1, PTH1 റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ട് ഇവിടെ ഇതിന്റെ കാൽഷ്യം ചാനൽ, ഇവിടെ ഒരു കാൽഷ്യം ചാനൽസ് ഉണ്ട്, ഈ കാൽഷ്യം ചാനൽസ് കൂടുതൽ നേരം തുറന്നിരിക്കാൻ സഹായിക്കുന്നു. സോ ദിസ് കാൽഷ്യം ചാനൽ വിൽ ബി ഇൻ ഓപ്പൺ സ്റ്റേറ്റ് മോർ. സോ ദിസ് വിൽ ഫെസിലിറ്റേറ്റ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം. ഇത് ട്യൂബ്യൂൾ ആണെങ്കിൽ ട്യൂബ്യൂൾസിനകത്ത് നിന്ന് കാൽഷ്യം കൂടുതലായിട്ട് ട്രാൻസെല്ലുലാർ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഈസ് ഇൻക്രീസ്. സോ ദിസ് വൺ ഇമ്പോർട്ടന്റ് ആക്ഷൻ. സോ കാൽഷ്യം സെല്ലിനകത്തെത്തി ഇവിടെ നിന്ന് വേറെ മറ്റു പല രീതികളിൽ കാൽഷ്യം ബ്ലഡിലേക്ക് റീ അബ്സോർപ്ഷൻ കൂട്ടും. സോ ദിസ് ഈസ് വൺ ഇമ്പോർട്ടന്റ് ആക്ഷൻ. സോ പാരാതോർമോൺ ബൈ ആക്ടിംഗ് ഓൺ റിസപ്റ്റർ ഇൻക്രീസസ് ദ ഓപ്പൺ സ്റ്റേറ്റ് ഓഫ് എപ്പിക്കൽ കാൽഷ്യം ചാനൽ ഇൻ ദ റീനൽ ട്യൂബ്യൂൾസ്. ഇതോടൊപ്പം തന്നെ പാരാതോർമോൺ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫേറ്റ്. ഇവിടെ ഫോസ്ഫേറ്റ്, കാൽഷ്യം റീഅബ്സോർബ് ചെയ്യുന്നു പറഞ്ഞു. ഫോസ്ഫേറ്റ് വന്നു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റിന്റെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കും. അത് ചെയ്യുന്നത് ബൈ സെയിം ആക്ടിംഗ് ഓൺ ദ PTH റിസപ്റ്റർ 1 ഇറ്റ് ഇൻഹിബിറ്റ്സ്. ഇവിടെ ഫോസ്ഫേറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സോഡിയം ഫോസ്ഫേറ്റ് കോ ട്രാൻസ്പോർട്ടർ. സോഡിയം ഫോസ്ഫേറ്റ് കോ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഫോസ്ഫേറ്റ് എടുക്കുന്നില്ല, കാൽഷ്യം മാത്രം എടുക്കുന്നു. സോ ഫോസ്ഫേറ്റ് എടുക്കാതെ കാൽഷ്യം മാത്രം എടുക്കുമ്പോൾ ബ്ലഡിൽ കൂടുതലായിട്ട് ഫ്രീ കാൽഷ്യം കൂടുതലായിട്ട് കിട്ടും. ഫോസ്ഫേറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റും കാൽഷ്യം കൂടി ബൗണ്ടായി പോകാനുള്ള ചാൻസ് കൂടുതൽ. സോ ദിസ് ദ വൺ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ഷൻസ് ഓഫ് പാരാതോർമോൺ. സോ ദിസ് ഹാപ്പൻസ് ഇൻ ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ഓഫ് ദ നെഫ്രോൺ. സോ ഈ രണ്ട് ആക്ഷൻ വഴി പാരാതോർമോണിന് ബ്ലഡ് പ്ലാസ്മ കാൽഷ്യം ലെവൽ ഉയർത്താൻ പറ്റും. ഹൈപ്പോകാൽഷ്യമia ക്യാൻ ബി റിവേർട്ടഡ്. ആൻഡ് തേർഡ് ആക്ഷൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ഷൻ, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആക്ഷൻ ഓഫ് PTH ഈസ് ഓൺ ദ ബോൺ. എല്ലുകളിലാണ് അടുത്ത പ്രധാനപ്പെട്ട ആക്ഷൻ ഉള്ളത്. പാരാതോർമോൺ ഹാസ് എൻ ഇമ്പോർട്ടന്റ് എഫക്ട് ഓൺ ബോൺ. നമുക്കറിയാം നമ്മുടെ എല്ലുകൾ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഫോർ ദിസ് ബോൺ ഹാസ് ഗോട്ട് 2 ടൈപ്സ് ഓഫ് സെൽസ് ഓൺ ദ ബോൺ. 2 തരം സെല്ലുകളുണ്ട്. ഒന്ന് ഓസ്റ്റിയോബ്ലാസ്റ്റുകളുണ്ട്, രണ്ടാമത്തത് ഓസ്റ്റിയോക്ലാസ്റ്റുകളുണ്ട്. ഓസ്റ്റിയോക്ലാസ്റ്റ് ആൻഡ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. വേറെയും ഓസ്റ്റിയോസൈറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ബോൺ സെൽസ് ഉണ്ട്. നമ്മൾ തൽക്കാലം അതിനൊക്കത്തേക്കൊന്നും പോകുന്നില്ല. ആൻഡ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ആർ ഫോർ ബിൽഡിംഗ് അപ്പ്. B ഫോർ ബിൽഡിംഗ് അപ്പ്. അത് എല്ലുകൾ ഉണ്ടാക്കുകയാണ്, ബോൺ മിനറലൈസേഷൻ നടത്തുകയാണ്, ബോൺ ഫോർമേഷൻ കൂട്ടുകയാണ്. C ക്ലാസ്റ്റ് ഫോർ ക്ലീവേജ് ആണ്. ഓക്കെ, ഫോർ ബോൺ റിസോർപ്ഷൻ. ഇത് ബോണിനെ ദ്രവിപ്പിക്കുക, ഇങ്ങനെ ബോണിനെ തുളച്ച് നശിപ്പിച്ച് കാൽഷ്യം പുറത്തേക്ക് എടുക്കുന്ന പരിപാടിയാണ് ഓസ്റ്റിയോക്ലാസ്റ്റിനുള്ളത്. ബോൺ റിസോർപ്ഷൻ നടത്തുമ്പോൾ കാൽഷ്യം ബ്ലഡ് പ്ലാസ്മയിലെത്തും. ആൻഡ് PTH has action on this bone mineralization and also on the bone resorption. രണ്ടിലും ആക്ഷൻ. PTH can do both. PTH can do രണ്ട് കാര്യവും ചെയ്യാനായിട്ട് PTHന് പറ്റും. ബോൺ റിസോർപ്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലഡ് കാൽഷ്യം ലെവൽ വർദ്ധിപ്പിക്കുന്നത്. ബോൺ റിസോർപ്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടാണ് PTH. സോ ലെറ്റ് സി വാട്ട് ആർ ദ ആക്ഷൻ ഓഫ് PTH. PTH എവിടെയൊക്കെ ആക്ട് ചെയ്തിട്ടാണ് PTHന്റെ ഫങ്ഷൻസ് ഓൺ ബോൺ ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ PTH ക്യാൻ ആക്ട് ഓൺ ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഇത് ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണെങ്കിൽ ഓസ്റ്റിയോബ്ലാസ്റ്റിൽ ആക്ട് ചെയ്യാൻ പറ്റും. ഓസ്റ്റിയോബ്ലാസ്റ്റിൽ 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 3 കാര്യങ്ങൾ. ഒന്ന്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഓസ്റ്റിയോബ്ലാസ്റ്റുകളുടെ എണ്ണം കൂട്ടാൻ പറ്റും. ഓക്കെ, നമ്പർ, മേക്ക് മോർ ആൻഡ് മെച്യൂർ ഓസ്റ്റിയോബ്ലാസ്റ്റ്. സോ പ്രീ ഓസ്റ്റിയോബ്ലാസ്റ്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇമ്മെച്യൂർ ഓസ്റ്റിയോബ്ലാസ്റ്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, PTH ഇവിടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ, ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എണ്ണം ഓസ്റ്റിയോബ്ലാസ്റ്റുകളുടെ എണ്ണവും ഡിഫറൻസിയേഷൻ, ഓക്കെ, മെച്യൂരിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുക. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഓസ്റ്റിയോബ്ലാസ്റ്റ് ഞാൻ പറഞ്ഞ ബിൽഡിംഗ് അപ്പ് ആണ്. സോ ദിസ് വിൽ ആഡ് ബോൺ മിനറലൈസേഷൻ കൂട്ടുന്ന പരിപാടിയാണ് ഈ പരിപാടിയുള്ളത്. നമുക്ക് ഓസ്റ്റിയോപോറോസിസിൽ ഈ ആക്ഷനാണ് നമ്മളെ സംബന്ധിച്ച് ആവശ്യം ഉള്ളത്. രണ്ടാമത്തെ പ്രധാന ആക്ഷൻ, ഇറ്റ് ഇൻഡ്യൂസസ് പ്രൊഡക്ഷൻ ഓഫ് എ ലിഗൻഡ് കോൾഡ് റാങ്ക് ലിഗൻഡ്. ഓസ്റ്റിയോബ്ലാസ്റ്റിൽ ഇവിടെ വന്ന് PTH പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇറ്റ് പ്രൊഡ്യൂസസ് എ ലിഗൻഡ് കോൾഡ് ആസ് റാങ്ക് ലിഗൻഡ്, RANK. റാങ്ക് ലിഗൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റും. റാങ്ക് മീൻസ് റിസപ്റ്റർ ഫോർ ആക്ടിവേറ്റഡ് ന്യൂക്ലിയർ ഫാക്ടർ കാപ്പ B എന്നാണ് റാങ്ക്. അതിൽ ഒട്ടിച്ചേരാൻ പറ്റുന്ന ലിഗൻഡ്. സോ ദർ മസ്റ്റ് ബി എ റിസപ്റ്റർ. റാങ്ക് റിസപ്റ്റർ എവിടെയെങ്കിലും ഉണ്ടാവണം. സോ ഒട്ടിച്ചേരാനുള്ള ലിഗൻഡ് ആണ് ഓസ്റ്റിയോബ്ലാസ്റ്റിൽ നിന്ന് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? PTH ഇവിടെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് റാങ്ക് ലിഗൻഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. സോ ബൈ എക്സ്പ്രസിംഗ് ദിസ് റാങ്ക് ലിഗൻഡ് ഓൺ ദി
osteoclast. And this ligand bind to osteoclast. Osteoclast premature osteoclast ഒറ്റ ന്യൂക്ലിയസ് ഉള്ള osteoclast ആണെന്ന് വിചാരിക്കുക. അവിടെ റാങ്ക് റിസപ്റ്റർ ഉണ്ട്. റാങ്ക് റിസപ്റ്ററിൽ പോയി ഈ റാങ്ക് ലിഗൻഡിന് പിടിക്കാം. റാങ്ക് ലിഗൻഡ് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും this will become mature. osteoclast will become mature. osteoclast ഏകദേശം ഇതെല്ലാം ന്യൂക്ലിയസ് ആണ്. ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള മെച്യൂർ ആയിട്ടുള്ള ഓസ്റ്റിയോക്ലാസ്റ്റ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. സോ മൾട്ടിന്യൂക്ലിയേറ്റഡ് ബിഗർ സെൽസ്. സോ ഇതെന്താ ചെയ്യുക? ഇത് ബോണിനെ തുരയ്ക്കുകയാണ്. ബോണിൻ്റെ ഒരു ഏരിയ തുരന്ന് അതിൽ നിന്ന് കാൽഷ്യം പുറത്തേക്ക് എടുക്കുക. സോ ഇൻ ഹൈപ്പോകാൽഷ്യമia ദിസ് ഈസ് ഗുഡ്. ഹൈപ്പോകാൽഷ്യമയിലെ ആക്ഷൻ ഇതാണ്. റാങ്ക് ലിഗൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റാങ്ക് ലിഗൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. അത് ഓസ്റ്റിയോക്ലാസ്റ്റ് കുറച്ച് എൻസൈംസ് ഒക്കെ ബോണിനെ തുരക്കാൻ പറ്റിയ എൻസൈംസ് ഒക്കെ റിലീസ് ചെയ്തിട്ട് അത് കാൽഷ്യം പുറത്തേക്ക് ഇടുന്നു. സോ ഇത് രണ്ടാമത്തെ ആക്ഷൻ. സോ ഇറ്റ് ക്യാൻ ഡു വൺ, ഇൻക്രീസസ് ദ ബോൺ ഫോർമേഷൻ ബൈ ആക്ടിങ് ഓൺ ഓസ്റ്റിയോബ്ലാസ്റ്റ്. അതിന്റെ ഡിഫറൻസിയേഷൻ മെച്യൂരിറ്റി ഒക്കെ കൂട്ടുക എന്നുള്ളതാണ് ഒരു ആക്ഷൻ. രണ്ടാമത്തത് ഓസ്റ്റിയോബ്ലാസ്റ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കാവുന്ന റാങ്ക് ലിഗൻഡ് ഉണ്ടാക്കി അതിനെ ഓസ്റ്റിയോക്ലാസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ബോൺ റിസോപ്ഷൻ കൂട്ടുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ആക്ഷനും ഓസ്റ്റിയോബ്ലാസ്റ്റിൽ തന്നെയാണ്. ഓസ്റ്റിയോബ്ലാസ്റ്റിൽ ഇത് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും വീണ്ടും റാങ്ക് എൽ ഉണ്ടായെന്ന് പറഞ്ഞു. അനദർ ഈസ് കോൾഡ് ആസ് ഓസ്റ്റിയോപ്രോട്ടിജെറിൻ. ഓസ്റ്റിയോപ്രോട്ടിജെറിൻ. പ്രൊട്ടഗ്രിൻ ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു. ഇവിടെ പ്രോട്ടി ഒരു ഈയും കൂടി ഇടയിലുണ്ട്. ഓസ്റ്റിയോപ്രോട്ടിജെറിൻ ഓർ OPG എന്നാണ് അതിന് പറയാം. OPG എന്ന് പറയുന്ന ഒരു കെമിക്കലിന്റെയും കൂടി റിലീസ് കൂടുതലായിട്ട് ഉണ്ടാക്കും. ഈ ഓസ്റ്റിയോപ്രോട്ടിജെറിന്റെ ഫംഗ്ഷൻ എന്താ? ഓസ്റ്റിയോപ്രോട്ടിജെറിൻ ആണെന്ന് വിചാരിക്കുക, ഇത് ഉണ്ടാക്കിയാന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് വിൽ ബൈൻഡ് വിത്ത് ദിസ് റാങ്ക് ലിഗൻഡുമായിട്ട് ഒട്ടിച്ചേർന്നിട്ട് ഇറ്റ് ഇനാക്ടിവേറ്റ്സ് ദ റാങ്ക് ലിഗൻഡ്. ഇപ്പൊ റാങ്ക് ലിഗൻഡിന് ഇവിടെ പോയി പിടിക്കാൻ പറ്റില്ല. ഇവിടെ പോയി പിടിക്കുമ്പോഴത്തേക്കും പിടിച്ചാലേ ബോൺ റിസോർഷൻ നടക്കുള്ളൂ. സോ ഓസ്റ്റിയോപ്രോട്ടിജെറിൻ ഇസ് എ പ്രൊട്ടക്റ്റീവ്. ഇതൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ് ഫ്രം ഓസ്റ്റിയോബ്ലാസ്റ്റ്. സോ ഇറ്റ്സ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. കൂടുതലായിട്ട് ഓസ്റ്റിയോക്ലാസ്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഓസ്റ്റിയോപ്രോട്ടിജെറിൻ വന്നിട്ട് റാങ്ക് ലിഗൻഡിൽ ബൈൻഡ് ചെയ്യുന്നു. സോ ഇതും ചെയ്യാൻ പറ്റും. ആർക്ക്? ബൈ ആക്ഷൻ ഓഫ് PTHന്റെ ആക്ഷൻ വഴി ഇതും ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഓസ്റ്റിയോപോറോസിസ് തടയാനായിട്ട് കൂടുതൽ ഓസ്റ്റിയോപ്രോട്ടിജെറിൻ ഉണ്ടായാൽ മതി. ഓക്കെ, സോ ദീസ് ആർ ദ 3 ആക്ഷൻസ് ഓഫ് പാരാത്തോർമോൺ ഓൺ ഓസ്റ്റിയോബ്ലാസ്റ്റ്. So express more rank ligand and make osteoclast mature and increases the osteoclastic action. രണ്ടാമത്തത് increases the osteoblastic differentiation, and then third one is increase osteoprotectigerin from osteoblast and prevent the osteoclast binding with the rank ligand. ഇനി നമുക്കറിയേണ്ടത്, നമുക്ക് ഇതാണ് വേണ്ടത് അല്ല. we are talking about bone osteoporosis. ഓസ്റ്റിയോപോറോസിസിന് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ഓസ്റ്റിയോപോറോസിസിൽ നടക്കുന്നത് in high amount of പാരാത്തോർമോൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ, പാരാത്തോർമോൺ എക്സസ് ആണ് കൂടുതലായിട്ട് റിലീസ് ചെയ്യുമ്പോഴാണ് ഈ പരിപാടി ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ഷൻ വരുന്നത്. ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ഷൻ വരികയും ബോൺ റിസോപ്ഷൻ നടക്കുകയും കാൽഷ്യം ബോണിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ബ്ലഡ് കാൽഷ്യം ലെവൽ കൂടുകയും ചെയ്യുന്നു. സോ ഇത് നമുക്ക് വേണ്ട. വി ഡോണ്ട് നീഡ് ദിസ്. And we need to increase bone mineralization. അത് നടക്കാനായിട്ട് in low intermittent doses of PTH stimulate bone formation. So ഇതാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസിന് പാരാത്തോർമോണിന്റെ ആക്ഷൻ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ബോൺ ഹീമോസ്റ്റാസിസ് അല്ലെങ്കിൽ കാൽഷ്യം ഹീമോസ്റ്റാസിസ് പഠിക്കുമ്പോൾ നമ്മൾ ഇത് നശിപ്പിക്കുന്ന കാര്യം മാത്രമായിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് വേണ്ടത് ഇൻ ലോ ഇന്റർമിറ്റന്റ് ഡോസസ് പാരാത്തോർമോൺ ക്യാൻ സ്റ്റിമുലേറ്റ് ദ ബോൺ ഫോർമേഷൻ. സോ അതുകൊണ്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കും, നമ്മൾ പാരാത്തോർമോൺ അനലോഗ്സ് നമ്മൾ കൊടുക്കും. നമുക്ക് പാരാത്തോർമോൺ ലൈക്ക് ഡ്രഗ്സ് രണ്ടെണ്ണമാണോ ഉള്ളത്, ടെറിപാരാറ്റൈഡ് ആൻഡ് അബാലോപാരാറ്റൈഡ്. രണ്ടും റീകോംബിനന്റ് പാരാതൈറോയ്ഡ് ഹോർമോൺ അനലോഗ്സ് ആണ്. സോ ദീസ് ആർ ഓൾസോ പെപ്റ്റൈഡ്സ് ആണ്. പാരാത്തോർമോൺ നമ്മൾ കണ്ടു. പാരാത്തോർമോൺ നമ്മൾ പറഞ്ഞത് 84 അമിനോ ആസിഡ് എന്നാണ്. 84 അമിനോ ആസിഡ്. നമുക്ക് പക്ഷെ അത്രയും വേണ്ട. നമുക്ക് 34 അമിനോ ആസിഡ് മതി. 1 to 34. ആദ്യത്തെ കുറെ സീക്വൻസ് മാത്രമാണ് നമ്മൾ എടുക്കുക. 1 to 34 സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ടെറിപാരാറ്റൈഡ് ആൻഡ് അബാലോപാരാറ്റൈഡ്.
So these are recombinant PTH peptides and we are given intermittently and low doses. ഇങ്ങനെയാണ് കൊടുക്കുക, intermittently and low doses. ഇത് 20 മൈക്രോഗ്രാം ആണ് ഒരു ഇഞ്ചക്ഷനിൽ. ദിസ് ഈസ് 80 മൈക്രോഗ്രാം ആണ് ഇഞ്ചക്ഷനിൽ. ഇത് 30 ഇഞ്ചക്ഷൻ്റെ ഒരു വയലായിട്ട് കിട്ടും, ഇത് 28 ഇഞ്ചക്ഷൻ്റെ വയലായിട്ടാണ്. ഹൈലി കോസ്റ്റ്ലി ആണ് മരുന്ന്. എനിവേ വി ക്യാൻ ഗീവ് വൺസ് ഡെയിലി സബ്ക്യൂട്ടേനിയസ്ലി. സ്കിന്നിൻ്റെ അടിയിലേക്ക് ദിവസം ഒരേ നേരം വെച്ചിട്ട് നമ്മൾ പരമാവധി 2 വർഷം, only for 2 years. And Abaloperatide, I think it is only for 18 months. ഇത് 18 മാസം വരെ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏത് ബോണുകളിലാണ് കൂടുതൽ എല്ല് അടിയുന്നത് എന്നുള്ളതിൽ ചെറിയ വ്യത്യാസങ്ങളാണ്. അത് മറ്റ് ബോൺ വെന്റിലൈസേഷൻ കൂട്ടുന്ന മറ്റ് മരുന്നുകളിലും റിസോർഷൻ കുറയ്ക്കുന്ന മരുന്നുകളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സ്പൈനൽ നട്ടെല്ലിനൊക്കെ ഇത് കൂടുതലായിട്ട് ബോൺ റിസോർഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ വാട്ട്, ഏത് കേസുകളിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇൻ റെസിസ്റ്റന്റ് കേസസിൽ മാത്രമാണ്. റെസിസ്റ്റന്റ് കേസസ് ഓഫ് വാട്ട്? റെസിസ്റ്റന്റ് കേസ് ഓഫ് ബിസ്ഫോസ്ഫോണൈറ്റ്സ് കൊടുത്തിട്ട് പറ്റാത്ത ആൾക്കാരിലാണ് നമ്മൾ ഇത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുക. സോ അങ്ങനെയുള്ള കേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺ പോസ്റ്റ് മെനപ്പോസൽ വുമൺ, അവർക്കുണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസിന് ഉപയോഗിക്കാം. ദെൻ മെൻ ഓർ ഫീമെയിൽ വേർ ദേ ആർ ടേക്കിംഗ് ക്രോണിക് കോർട്ടിക്കോസ്റ്റിറോയിഡ് തെറാപ്പി മൂലം ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്ന മെൻ ആൻഡ് ഫീമെയിൽ. സോ ഇങ്ങനെയുള്ള 2 കേസുകളിൽ മാത്രമാണ് നമ്മൾ ടെറിപാരാറ്റൈഡ് ആൻഡ് അബാലോപാരാറ്റൈഡ് പോലെയുള്ള ഡ്രഗുകൾ ഉപയോഗിക്കുക. സോ ഓർക്കുക, ലോ ഡോസ് സ്റ്റിമുലേറ്റ് ദ ബോൺ ഫോർമേഷൻ, ഹൈ ഡോസ് ഡിസ്ട്രോയ്സ് ദ ബോൺ. സോ വി യൂസ് ലോ ഡോസ് ഇന്റർമിറ്റന്റ് ഫോർമുലേഷൻ ആണ് നമ്മൾ കൊടുക്കുക. ദെൻ വാട്ട് ആർ ദ അതർ യൂസസ്? വേറെ എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്യൂഡോ ഹൈപ്പോപാരാതൈറോയിഡിസവും ട്രൂ ഹൈപ്പോപാരാതൈറോയിഡിസവും രണ്ടും തമ്മിൽ തിരിച്ചറിയാനായിട്ട്, സോ ഇൻവെസ്റ്റിഗേറ്റീവ് പർപ്പസ്, ഇൻവെസ്റ്റിഗേഷണൽ യൂസ് കൂടിയുണ്ട്, അത് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ IV ടെറിപാരാറ്റൈഡ് കൊടുക്കുമ്പോൾ പ്ലാസ്മ കാൽഷ്യം ലെവൽ ഫെയിൽ ടു ഇൻക്രീസ്, മീൻസ് കൂടുന്നില്ലെങ്കിൽ അത് സ്യൂഡോ പാരാതൈറോയിഡിസം ആണ് എന്ന് മനസ്സിലാക്കും. സോ അതിങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റിഗേഷണൽ പർപ്പസിന് കൂടി ഇത് ഉപയോഗിക്കും. ആൻഡ് നോട്ട് ഗിവൺ ഇൻ ഹൈപ്പോ പാരാതൈറോയിഡിസം. പാരാതോർമോൺ ലൈക്ക് ഡ്രഗുകളാണ്, അതുകൊണ്ട് ഹൈപ്പോ പാരാതൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ ഇത് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റി. അവിടെ നമ്മൾ വൈറ്റമിൻ D3 മതി നമുക്ക്. അത് നമ്മൾ വൈറ്റമിൻ D3യുടെ ആക്ഷനിൽ പറഞ്ഞാണ്. കാൽഷ്യം ലെവൽ വൈറ്റമിൻ D3 കൂട്ടിക്കോളും. ഓക്കെ, വി ഡോണ്ട് നീഡ് ടു ഗിവ് ദിസ് കോസ്റ്റ്ലി പാരാതോർമോൺ അനലോഗ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽഷ്യം കൂടുമ്പോൾ റീനൽ സ്റ്റോൺസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്, കിഡ്നി സ്റ്റോൺസ് കൂടുതലായിട്ട് വരാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്ട് ഇതാണ്, ഓസ്റ്റിയോസാർക്കോമ തിയററ്റിക്കലായിട്ട് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് വി യൂസ് ഓൺലി ഫോർ മാക്സിമം 2 years, 2 വർഷം മാത്രം. അല്ലെങ്കിൽ അബാലോപാരാറ്റൈഡ് ആണെങ്കിൽ 18 മാസം വരെ ഉപയോഗിക്കാൻ, അത്രയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതർവൈസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓസ്റ്റിയോസാർക്കോമ. Then it can increase alkaline phosphatase amount കൂട്ടാം. Then also distal radius ഫ്രാക്ചർ വർദ്ധിപ്പിക്കാം. എല്ലാ എല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് ഇല്ല, ചില എല്ലുകൾ ഫ്രാക്ചർ ഉണ്ടാക്കാനുള്ള ചാൻസും ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇതിന്റെ ദോഷഫലങ്ങൾ. റീനൽ സ്റ്റോൺസ്, ഓസ്റ്റിയോസാർക്കോമ, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആൻഡ് ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചർ ഉണ്ടാക്കാം. ദെൻ വേർ ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ്, ഒട്ടും കൊടുക്കാൻ പാടില്ലാത്ത ചില കേസുകളുണ്ട്. വൺ ഈസ് ഹൈപ്പർ കാൽസീമിയ. കാൽസ്യം ലെവൽ കൂടി നിൽക്കുന്ന സമയങ്ങളിൽ ഇത് കൊടുക്കാൻ പാടില്ല. ഹൈപ്പർ കാൽസീമിയ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല. ദെൻ പേജറ്റ്സ് ഡിസീസ് ഓഫ് ബോണിന്റെ പേജറ്റ്സ് ഡിസീസ് ഉണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ, ദാറ്റ് ഓൾസോ ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഓസ്റ്റിയോസാർക്കോമ. അത് തന്നെ ഓസ്റ്റിയോസാർക്കോമ റിസ്ക് ഉണ്ടാക്കും. സോ ഇതും ഓസ്റ്റിയോസാർക്കോമ റിസ്ക് ഉണ്ടാക്കുമ്പോൾ ക്യാൻസർ, ഓസ്റ്റിയോസാർക്കോമ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത്രയാണ് നമുക്ക് ടെറിപാരാറ്റൈഡ് ആൻഡ് അബാലോപാരാറ്റൈഡിന് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് റെസിസ്റ്റന്റ് കേസ് ഓഫ് ഓസ്റ്റിയോപോറോസിസ് ഇഫ് resistant to bisphosphonates and only for postmenopausal women and for chronic corticosteroid കഴിച്ച് ഓസ്റ്റിയോപോറോട്ടിക് ആയിട്ടുള്ള ആണുങ്ങളിലും പെണ്ണുങ്ങളിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. ദെൻ ഇൻവെസ്റ്റിഗേറ്റീവ് പർപ്പസിനും ഉപയോഗിക്കാം. രണ്ടാമത്തെ ഡ്രഗ് നമ്മൾ കാണുന്നത് സിനാകാൽസെറ്റ് ആണ്. സിനാകാൽസെറ്റ് നമ്മൾ പറഞ്ഞത് ഡിക്രീസസ് ബോൺ റിസോപ്ഷൻ, ആ ഗ്രൂപ്പിലാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ഡിക്രീസ് ദ PTHന്റെ എമൗണ്ട് കുറയ്ക്കുന്ന ഒരു മരുന്നായതുകൊണ്ടാണ്. PTH ആയിട്ട് റിലേഷൻ ആ രീതിയിൽ മാത്രമേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദിസ് സിനാകാൽസെറ്റ്? സിനാകാൽസെറ്റ് ഇസ് ആൻ ഓറലി ആക്റ്റീവ്, ഓറലി കൊടുക്കാൻ പറ്റിയ ഒരു കാൽസിമിമെറ്റിക് ഡ്രഗ് ആണ്. കാൽസിമിമെറ്റിക് ഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ട് ആണ്. കെമിക്കലി ഇറ്റ്സ് എ ഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ട്. കാൽസിമിമെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം
കാൽഷ്യം ആണെന്ന് തോന്നും. കാൽഷ്യം ആണെന്ന് ആർക്കാണ് തോന്നുക? സോ ഇത് ഫോളിക്കുലാർ സെൽസ് ഓഫ് ദ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞു കാൽഷ്യം സെൻസിങ് റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇവർ കാൽഷ്യം വരുന്നത് അളന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈപ്പോകാൽസ്യമി ആണെങ്കിൽ PTH റിലീസ് ചെയ്യണം. ഇതാണ് അവിടുത്തെ ഉള്ള ആക്ഷൻ. സോ ഇവിടെയാണ് നമ്മുടെ ഡ്രഗ് സിനാകാൽസെറ്റ് വരുന്നത്. സിനാകാൽസെറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ദിസ് വിൽ മിമിക് ലൈക്ക് കാൽഷ്യം. ഇവിടെ പോയി ബൈൻഡ് ചെയ്യുമ്പോൾ കാൽഷ്യം ഉണ്ട് എന്ന് നമ്മുടെ ഫോളിക്കുലാർ സെൽസിന് തോന്നുന്നു. സോ ഫോളിക്കുലാർ സെൽസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കാൽഷ്യം ആണ് ഇത് എന്ന് പറഞ്ഞിട്ട്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് കാൽഷ്യം. അപ്പോൾ ആക്ച്വലി PTH റിലീസ് ചെയ്യണം. ദാറ്റ് വിൽ ബി ഇൻഹിബിറ്റഡ്. നോ PTH റിലീസ്. സോ ഡിക്രീസ്ഡ് PTH റിലീസ്. PTH റിലീസ് കുറയ്ക്കുന്നു. ഇൻഹിബിറ്റ് PTH സെക്രീഷൻ. സോ ദർ ബി നോ PTH. PTH കുറയുമ്പോഴത്തേക്കും ഡിക്രീസ്ഡ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്. ബ്ലഡിനകത്തുള്ള കാൽഷ്യവും ഫോസ്ഫേറ്റ് ലെവൽ താഴത്തേക്ക് വരും. സോ ദീസ് ദ മെക്കാനിസം ആക്ഷൻ. വേറെ ആക്ഷൻ കൂടി ഉണ്ട്. ഓൾസോ ഡിക്രീസസ് ദ FGF23. ദാറ്റ് മീൻസ് ഫൈബ്രോഗ്ലാസ് ഗ്രോത്ത് ഫാക്ടർ 23യുടെ എമൗണ്ട് കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഡിക്രീസ് കാർഡിയോവാസ്കുലാർ റിസ്ക്. കാർഡിയോവാസ്കുലാർ റിസ്കുകളൊക്കെ കുറയ്ക്കാനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ട് ഈ മരുന്ന്. അപ്പോൾ എന്തിന് യൂസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈപ്പർ പാരാതൈറോയിഡിസം. ഹൈപ്പർ പാരാതൈറോയിഡിസം വിത്ത് പാരാതൈറോയ്ഡ് ക്യാൻസർ. പാരാതൈറോയ്ഡ് ക്യാൻസറോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ സമയത്ത് ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുക. ഹൈപ്പർ പാരാതൈറോയിഡിസം ആൻഡ് ഹൈപ്പർ കാൽസീമിയ വിത്ത് പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം. പാരാതൈറോയിഡിസം ഒരു മസ്റ്റാണ്. വേർ സർജറി കനോട്ട് ബി. സർജറി ചെയ്യാൻ പറ്റാത്ത രോഗികളിൽ നമുക്ക് സാധാരണ ഹൈപ്പർ പാരാതൈറോയിഡിസത്തിന് ഫസ്റ്റ് ലൈൻ ഈസ് ഡു സർജറിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ സർജറി ചെയ്യാൻ പറ്റാത്ത രോഗികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളിൽ നമുക്ക് സിനാകാൽസെറ്റ് എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ഉപയോഗിക്കാം. ഹൈപ്പർ പാരാതൈറോയിഡിസം ഡ്യൂ ടു റീനൽ ഡിസീസ്. കിഡ്നി ഡിസീസിലുള്ള ആൾക്കാരില്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. ഈ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ ഒക്കെ ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ തുടർച്ചയായിട്ട് ചെയ്യുന്ന ആൾക്കാരിലും നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കും. സോ അപ്പോൾ ലോവർ ദ കാൽഷ്യം ലെവൽസ് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. യൂസ് ചെയ്യുന്ന ഡോസ് സാധാരണ രീതിയിൽ 30 mg BD 2 നേരമാണ്. എങ്കിൽ 90 mg BD വരെ നമുക്ക് 2 നേരം വരെ കൊടുക്കാം. ദാറ്റ് മീൻസ് 180 mg ഓർ ഈവൻ 90 mg 4 നേരം വരെയൊക്കെ വേണമെങ്കിൽ പരമാവധി കൊടുക്കാം. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഷർ ത്രഷോൾഡ് കുറയ്ക്കും. റെഡ്യൂസ് ദ സീഷർ ത്രഷോൾഡ്. സീഷർ ത്രഷോൾഡ് കുറയ്ക്കുമ്പോൾ എപ്പിലെപ്സി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ എപ്പിലെപ്സി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള രോഗികളിൽ ഇത് നോക്കിയും കണ്ടും വേണം കൊടുക്കാൻ. സോ എപ്പിലെപ്സി ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് എപ്പിലെപ്സി ഉണ്ടാക്കാം. സോ അതുകൊണ്ട് സിനാകാൽസെറ്റ് നോക്കി കൊടുക്കുക. സോ ഓവറോൾ സിനാകാൽസെറ്റ് കൊടുക്കുന്നത് ഹൈപ്പർ പാരാതൈറോയിഡിസം ക്യാൻസർ ഒക്കെ ഉള്ള ആൾക്കാരിൽ, അങ്ങനെയുള്ള രോഗികളിൽ കാൽഷ്യം എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് സിനാകാൽസെറ്റ് ഉപയോഗിക്കുന്നത്. സോ ദീസ് ആർ ദ 2 drugs. So we saw PTH and related drugs and Cinacalcet. Other drugs we will continue in the next video. Okay, thank you for watching.